അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ എത്ര വനിതകൾ മത്സരിച്ചു സുഹൃത്തുക്കളെ? എത്ര പാർട്ടികൾ, എത്ര രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകൾക്ക് പരിഗണന നൽകി? എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നില്ല? എന്തുകൊണ്ട് സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല? സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇവരെ പുരുഷന്മാരെ തടയണം, അല്ലെങ്കിൽ പുരുഷന്മാരുടെ താല്പര്യത്തെ അവഗണിക്കേണ്ടി വരും. അത് മറ്റുള്ള എല്ലാ പാർട്ടിക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആരും ആ സ്ത്രീകൾക്ക് പ്രത്യേക പദവിയോ സ്ത്രീകൾക്ക് പ്രത്യേക അംഗീകാരമോ നൽകാതെ 33% സംവരണം വേണമെന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കിയാൽ ഇപ്പോഴത്തെ രീതിയിൽ നടപ്പിലാക്കിയാൽ ഇവിടുത്തെ പല ഉന്നതന്മാരുടെയും ഇവിടുത്തെ പല സിറ്റിംഗ് MLA-മാരുടെയോ അല്ലെങ്കിൽ പല നേതാക്കളുടെയോ സീറ്റ് പോലും അവതാളത്തിലാകും. കാരണം സ്ത്രീകളുടെ സംവരണം ഇതേ രീതിയിൽ നടപ്പിലാക്കിയാൽ കേരളത്തിൽ നിയമസഭയുടെ 104-ൽ ഒരു 35 സീറ്റെങ്കിലും